വർഗീയതയെ കൂട്ടുപിടിച്ചാണ് പാലക്കാട് UDF വിജയിച്ചതെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിൻ. UDF പാലക്കാട് ഉണ്ടാക്കിയത് അപകടം പിടിച്ച വിജയ ഫോർമുലയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരു മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു സരിൻ. ഒരേ സമയം BJPയെ ചാരിയും SDPIയെ ചാരിയും രാഷ്ട്രീയത്തിലെ അപകടം പിടിച്ച വിജയ ഫോർമുലയാണ് കോൺഗ്രസ് പാലക്കാട് ഉണ്ടാക്കിയത്. അതിൽ വോട്ടർമാർ വീണുപോകുകയായിരുന്നു. SDPI വളരുന്നത് BJPയെ ചാരിയാണ്. കേരളത്തിലെ UDFും LDFും ന്യൂനപക്ഷ വിഭാഗീയതക്ക് പരവതാനി വിരിച്ചു കൊടുത്താണ് വളർന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ പാലക്കാട് BJP സ്ഥാനാർത്ഥിയായ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയ 10,000 വോട്ടുകൾ ഇത്തവണ കുറഞ്ഞു. ആ വോട്ടുകളിൽ ഇത്തവണ കുറവുണ്ടായത് രണ്ട് തരത്തിലാണ്. C. കൃഷ്ണകുമാർ മത്സരിച്ചത് ജയിക്കാൻ വേണ്ടിയല്ലെന്നും അദ്ദേഹത്തിന് പാലക്കാട് കുറച്ച് ഡീലുകൾ നടത്തണമെന്നും നഗരസഭയിലെ സ്ഥിരം സാന്നിധ്യം തുടരണം അങ്ങനെയാണെന്നും. അതുകൊണ്ട് C. കൃഷ്ണകുമാർ തോറ്റതിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി സങ്കടമുണ്ടാകില്ല. എന്നാൽ BJPയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അഭിപ്രായക്കേട് കാണിച്ചവർ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ കോൺഗ്രസിനാണ് വോട്ട് നൽകിയതെന്നും പാലക്കാട് ഇടതുപക്ഷത്തിൻ്റെ വളർച്ച തടയിടാൻ ഒരുപോലെ ശ്രമിക്കുന്നവരാണല്ലോ BJPയും കോൺഗ്രസുമെന്നും സരിൻ പറഞ്ഞു. ഫലമെന്തായാലും പാലക്കാട് തന്നെ ഉറച്ചു നിൽക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിയാണ് താനെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും വർഗീയതയെ കൂട്ടുപിടിച്ചതിലൂടെയാണ് കോൺഗ്രസിന് വിജയം നേടാൻ സാധിച്ചത് എന്നും UDFിന് മതം പറയാനുള്ള ഏജന്റാണ് SDPI എന്നുമായിരുന്നു സരിൻ പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ പരാജയത്തിന് പിന്നാലെ മണ്ഡലത്തിൽ CPM പുറത്തെടുത്ത തന്ത്രങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നുവെന്നും വിമർശനം ഉയരുന്നുണ്ട്. വെറും കുട്ടിക്കളിയെന്നാണ് പ്രചാരണത്തെ ഒരു വിഭാഗം വിശേഷിപ്പിച്ചതും. പെട്ടിക്കഥയാണ് ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ ചൊല്ലി പാർട്ടി നേതാക്കൾക്കിടയിലുണ്ടായ പരസ്യ വിവാദവും തിരിച്ചടിയായെന്ന വിലയിരുത്തലുണ്ട്. ഇതിനാൽ പ്രചാരണ തന്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ച മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ളവർക്ക് പക്വതക്കുറവെന്ന വിമർശനവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതു തന്നെ ആദ്യം തിരിച്ചടിയായി എന്നും അവർ പറയുന്നുണ്ട്. തലേ ദിവസം വരെ മുഖ്യമന്ത്രിയെയും CPMനെയും വിമർശിക്കുകയും കോൺഗ്രസിൽ സീറ്റ് കിട്ടാതായപ്പോൾ മറുകണ്ഠം ചാടുകയും ചെയ്ത സരിനെ സ്ഥാനാർത്ഥിയാക്കാനെടുത്ത തീരുമാനം 100% പരാജയമായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതും. പണം ഞങ്ങൾ തരും. പാർട്ടിക്ക് ലഭിക്കുമായിരുന്ന കുറച്ചധികം വോട്ടുകൾ ഇങ്ങനെ നഷ്ടമായിട്ടുണ്ടെന്നും ആ വോട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്താമായിരുന്നെന്നും ചിലർ പറയുന്നുണ്ട്.